violent, extra violent, over violent, violence, violence, violence. ഹലോ ബ്രോസ്. ഹലോ നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് മാർക്കോ മൂവി കണ്ടിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മാർക്കോ മൂവി കണ്ടു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അല്ല ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ സീക്രട്ട് അണ്ണന്റെ വീഡിയോക്കുള്ള റിയാക്ഷനുമായിട്ടാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും മാർക്കോ കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി. ഓവർ വയലൻസ് ആണ്, പക്ഷെ ആ വയലൻസിനൊക്കെ റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാലാൾക്കും ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ വേറെ പോയ ആൾക്കാർക്ക് കൂടെ വന്നവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ സീക്രട്ട് അണ്ണന്റെ റിവ്യൂ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്ത് തോന്നി സീക്രട്ട് അണ്ണന്റെ വീഡിയോ കണ്ടിട്ട്, ഹരിയാണന്റെ വീഡിയോ കണ്ടിട്ട്? ഹരിയാണന്റെ വീഡിയോ കണ്ടിട്ട് അതിനുള്ള ജഗദീഷിന് ഇഷ്ടമായി മൂപ്പർക്ക്, സിദ്ദിഖിന് ഇഷ്ടമായി മൂപ്പർക്ക്. അതില് വെറുതെ ചായ കൊണ്ടുവന്ന ഒരു പയ്യനടക്കം ഇഷ്ടമായി. ഉണ്ണിമൂന്നിന് ഒരൊറ്റാണ് ഇഷ്ടമില്ലാത്ത കൊണ്ട് ആണ് ഈ ഒരു റിവ്യൂ ഇട്ടത്. ആ ഒരു രീതിയിലാണ് ആ റിവ്യൂ. സംഭവം ഉണ്ണിമൂന്നിനായിട്ട് അതിലുള്ള വില്ലന്മാരുടെ അടക്കം ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട്, സെക്കൻഡ് ഹാഫ് എത്രയോ മുകളിൽ പോയി, ഫസ്റ്റ് ഹാഫ് എത്രയോ താഴെ പോയി എന്നാ പറയുന്നത് ത്രാസിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ. പക്ഷെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് ആ സിനിമനെ ബിൽഡ് ചെയ്ത് എടുത്തിട്ട് സെക്കൻഡ് ഹാഫില് അടിച്ച് അതാണ് പടത്തിന്റെ പടം. എപ്പോഴും ഒരു സിനിമയിൽ ഒരു ഹീറോന് ഒരു പവർ കൊടുക്കുക എന്ന് പറയുമ്പോൾ വില്ലന് അതിനേക്കാൾ ഒരു പടി മുന്നിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹീറോയിന്റെ ഒരു ഹീറോയിസം നമുക്ക് ഡൈജസ്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക, ഒന്നുമില്ലാത്തൊരു വില്ലനെ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും തട്ടിത്തെറിപ്പിക്കാലോ. വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ പറയുകയാണെങ്കില് അവിടെ സിനിമ കാണാൻ പോകുമ്പോ നമ്മളോട് ഓൾറെഡി പറയുന്നുണ്ട് പറ്റുന്നവർക്ക് പണിക്ക് നിന്നാ മതിയെന്ന്. അപ്പൊ പറ്റാത്തൊരാള് പണിക്ക് നിന്നിട്ട് എന്തൊക്കെയോ ഒന്ന് പറയുന്ന മാതിരിയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. എനിക്കും അത് ഫുള്ളായിട്ട് ഉണ്ണിമൂന്നിനെ അതെ ഇഷ്ടമല്ലാത്തത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് തോന്നിയത്. കാരണം ഫസ്റ്റ് തന്നെ പറയുന്നത് എന്ത് വയലൻസ് ആണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പറയുന്നത് ഈ പടം വയലൻസ് പടമാണ്. ഒരു ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രതീക്ഷിച്ചിരുന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊരു പടമാണിത്. പിന്നെ ഓൾറെഡി പറയുന്നുണ്ട് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വയലൻസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പടം എന്ന്. അപ്പൊ നമ്മളെല്ലാരും ഹൈ എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് മിക്ക ആൾക്കാരും പോയിട്ടുണ്ടാവുക. നമ്മുടെ ഫാമിലിക്കാണെങ്കിലും നമ്മുടെ ഫാമിലിനെ ആണെങ്കിലും ഇപ്പൊ ഒരാള് ഒരു വില്ലൻ അത്ര രീതിയിൽ ക്രൂരായിട്ട് കൊല്ലുക അങ്ങനെ ചെയ്യുമ്പോ എന്തായാലും നമ്മൾ അതിനെക്കാട്ടിയും എന്താണ് ക്രൂരായിട്ട് തന്നെ ഉപദ്രവിക്കുക. അതാണ് അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ അതായത് ഇപ്പൊ അതില് പറയുന്നുണ്ട് എല്ലാ സിനിമയിലും ഒരു വില്ലന്മാര് വന്നു അതിന് റിവെഞ്ച് എടുക്കുന്നു, വില്ലന്മാര് വന്ന് ഫാമിലി ഇല്ലാണ്ടാക്കണം അതിനെ റിവെഞ്ച് എടുക്കണം, ഇങ്ങനെയാണ് പറയണത്. മലയാളത്തിൽ ഇതിനു മുമ്പ് ഇതുപോലത്തെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു ഫാമിലി ഇല്ലാണ്ടാക്കുന്നത് ഇങ്ങനെ ഇത്രതായിട്ട് കാണിച്ചിട്ടില്ല. ഇതില് ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മള് എല്ലാ സിനിമയിലും ഇപ്പൊ വിജയിന്റെയും ആരിന്റെയും സിനിമയിൽ കാണുമ്പോ വില്ലന്മാര് വരും. നമ്മൾക്ക് അറിയാം ഇതിപ്പോ വിജയ് എന്താ എല്ലാ സിനിമയിലും നായകന്മാരാണ് മാക്സിമം സിനിമയിലും അവസാനം വിജയിക്കും. നമ്മൾ ഈ വിജയ് ഇങ്ങനെ അജിത്ത് അങ്ങനെ ഹീറോമാൻ തമിഴ് സിനിമയിലൊക്കെ കാണുമ്പോൾ വില്ലന്മാരനെ എന്തിന് നമ്മൾക്കറിയാം ഇങ്ങനെ തല്ലി ഓവർ ദ ടോപ്പ് ഫൈറ്റ് ആയിരിക്കും. എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾക്ക് ഈ ഫൈറ്റ് കണ്ടാൽ തോന്നും എന്തിനാ ഈ ഫൈറ്റ്, എന്തായാലും അവര് വ്യത്യാസമില്ല. പക്ഷെ ഇതില് വില്ലന്മാരിനെ കൊല്ലുന്ന രീതി ഒരു രക്ഷയില്ല. വില്ലന്മാരെ ഉണ്ണിമൂന്നന്റെ കുടുംബത്തിന് എന്ത് ചെയ്തോ അതിന്റെ അതുകൊണ്ട് ഇത്രയും വയലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിലും കൂടുതലായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സീനുകളൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് അതായത് ഒരു വില്ലന്മാര് വന്നിട്ട് ഉണ്ണിമൂന്നന്റെ ഫാമിലി ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമലി എല്ലാ സിനിമയിലും ഹീറോന്റെ ഫാമിലിയിൽ ഇപ്പൊ വില്ലന്മാര് വന്ന് ഇല്ലാണ്ടാക്കണം, എന്നിട്ട് ആ വില്ലന്മാരിനെ ഹീറോ ഇല്ലാതാക്കണം. ഇതാണ് കഥ എല്ലാത്തിനും. അത് അതിൽ പറയുന്നുണ്ട്, സീക്രട്ട് ഏജന്റ് അത് പറയുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഇതുവരെ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു ഫാമിലി ഇല്ലാണ്ടാക്കണത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും വയലന്റ് ആയിട്ട് അത് അങ്ങനെ കാണിക്കുന്നുണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾക്ക് എന്താ തോന്നുക, വില്ലന്മാരിനെ വെറുതെ എടുത്ത് കത്തിയെടുത്ത് കുത്തിയിട്ട് അവരുടെ കഥ കഴിച്ചു. എനിക്ക് തോന്നുന്നു അത് ഉണ്ണിമൂന്നൻ അത് ഇല്ലാണ്ട വില്ലന്മാരെ അത്രയും ആണെന്നുണ്ടെങ്കില് ജഗദീഷ് സിദ്ദിഖ് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തില് ആ ഹീറോന്റെ പേരും കൂടി പറഞ്ഞേനെ. ഇതിപ്പോ മൊത്തത്തില് ഉണ്ണിമൂന്നനെയാണ് ഇതിൽ ഡൈജസ്റ്റ് ചെയ്യാത്തത്, വേറെ എനിക്ക് പിന്നെ ഒരു കാര്യം തോന്നിയത് എന്താന്ന് വെച്ചാൽ ഈ സീക്രട്ട് ഏജന്റ് ആദ്യം പറയുന്നത് ജഗദീഷ് സൂപ്പർ ആയിരുന്നു, ഇന്റർവ്യൂല് വരെ സിദ്ദിഖ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ സിദ്ദിഖിന് ഇന്റർവ്യൂല് വരെ അത്ര വലിയ റോളൊന്നും ഇല്ല.
കുറച്ച് സങ്കടപ്പെട്ടിരിക്കും, ഉപദേശിക്കുക, അങ്ങനെയുള്ളൂ. ജഗദീഷ് കോക്കണ്ണം പറഞ്ഞ പോലെ എനിക്കും ഫീൽ ചെയ്തത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. ജഗദീഷ് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും, ഒരു നാച്ചുറാലിറ്റി ഇല്ലാത്ത പോലെ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. അതായത് മൂപ്പരേക്ക് വേറെ വേറെ സോണ് ഇപ്പൊ ജഗദീഷ് ഹോസ്റ്റലൊക്കെ ഇപ്പൊ വില്ലനായിട്ട് ആ ഒരു സോൺ ഇപ്പൊ മൂപ്പരൊന്ന് സെലക്ട് ചെയ്ത് നോക്കണം. നമുക്കിപ്പോ അതിന് ഒരുപാട് ഇതായിട്ട് പറയാൻ പറ്റില്ല, ട്രൈ ആണല്ലോ അത്. ജഗദീഷിന്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ അധികം കണ്ടിട്ടില്ലല്ലോ, നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. കാരണം നമ്മളെപ്പോഴും ജഗദീഷ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമുക്കിപ്പോ ജഗദീഷ് എന്ന് പറയുമ്പോ എപ്പോഴും ഒരു കോമഡി നമുക്ക് ഒരു സിനിമയിൽ കുറച്ച് വില്ല കാണുമ്പോ തന്നെ അറിയാലോ, ഇവര് നല്ലവര് ഇവര് മോശം, അതിന് എപ്പോഴും നല്ലവരുടെ ഭാഗത്തായിരിക്കുമല്ലോ ജഗദീഷ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുമ്പോ ഇതിൽ നമുക്ക് നെഗറ്റീവ് റോള് പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാൻ നെഗറ്റീവ് റോൾ എന്ന് കൊണ്ട് പറഞ്ഞല്ല, പക്ഷെ ആ ഒരു ജഗദീഷ് പണ്ട് നെഗറ്റീവ് റോളൊക്കെ ചെയ്തിട്ടുണ്ട്, ലീല എന്ന് പറഞ്ഞ സിനിമയില്, പിന്നെ പല സിനിമകളിലും. പക്ഷെ ഇതില് നെഗറ്റീവ് റോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അയാൾക്ക് അത്രയൊരു ക്രൂരത, അയാൾ സൈലന്റ് ആയിട്ടുള്ളൊരു പക്ഷെ ഭയങ്കര ക്രൂരത ചെയ്യുന്ന അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫീൽ ആവുന്നില്ല. ഇതിലെന്താന്ന് വെച്ചാൽ അത്രയും ക്രൂരലായിട്ടുള്ള ഒരാളിന്റെ ഒരു ഇതിലേക്ക്. പക്ഷെ മൂപ്പരൊരു ഇതിലൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ സിനിമ കണ്ടതിനെ ഇഷ്ടപ്പെടില്ല, നമുക്ക് അതുപോലെ ഇഷ്ടപ്പെടാതാവും. ചിലപ്പോ മേ ബി ഞാൻ എക്സ്പെക്ടേഷൻ ജഗദീഷ് അതിങ്ങനെ പ്രതീക്ഷ കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷെ ഓവറോൾ പടം ഇന്റർവ്യൂവിന് ശേഷം ഉണ്ണി മൂന്നനാണ് പടം ഫുള്ള്, ഉണ്ണി മൂന്നന്റെ ഷോ ആണ് ശരിക്കും. എല്ലാത്തിലും നാളെ അടിച്ച് കേക്ക് അസറിയിട്ടുണ്ട്, ഫൈറ്റൊക്കെ രക്ഷയില്ലാത്ത ഫൈറ്റാണ്. പിന്നെ പാസം പറയണ്ടായിരുന്നു, പാസം, റിവെഞ്ച്, ഫാമിലി സ്റ്റോറി, ഇതൊന്നും ഇല്ലാത്ത സിനിമകള് ഏതാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം കൊണ്ടുപോയിരിക്കണത്. എല്ലാത്തിലും എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയ പുഷ്പയിലും ഇപ്പൊ എന്താണ് എല്ലാത്തിലും അതന്നെയല്ലേ, അത് കൊണ്ടുവന്ന ഒരു രീതി അത് വ്യത്യസ്തമാണ് ഈ സിനിമയിൽ. ഇതുവരെ സിനിമയിൽ വെച്ചിട്ട് കേരളത്തില് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം. ഇത്രയും വയലൻസ് ഉണ്ട് ഈ പടത്തിന്. അതെ, എനിക്ക് ഇന്ത്യയിലെ ഇങ്ങനെ ഒരു സിനിമ നമ്മൾ ഈ ഹോളിവുഡിലൊക്കെ ഈ മറ്റേ ഈവിൽ ഡെഡ് അങ്ങനെയുള്ള സിനിമകളിലാണ് ഇത്രയും വയലൻസ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയിൽ തന്നെ കില്ലിൽ അത്യാവശ്യം വയലൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് അതിലും കൂടുതൽ വയലൻസ് ഉള്ള പോലെ തോന്നിയത് മൊത്തത്തിൽ. 18+ എന്ന് പറഞ്ഞാൽ എല്ലാ 18+ കാണാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നില്ല. അവര് റിസ്ക് എടുത്തിട്ട് ചെയ്ത പടമാണ്. കാരണം ഇത് എല്ലാവരും ചിലപ്പോ കണ്ടോന്ന് വരില്ല, ബ്ലഡ് കണ്ട പ്രശ്നം 20 കോടിന്റെ അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇതിപ്പോ കേരളത്തിൽ വിജയിക്കില്ല എന്നൊന്നും പറയാൻ, മലയാളികൾ എന്ന് പറയുന്നത് എല്ലാം ഇപ്പൊ എന്തൊരു വെറൈറ്റി കൊണ്ടുവന്നാലും അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ അത് സ്ഥിരം ക്ലീശ കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ എടുത്ത് ട്രോളാറുള്ളൂ. ഓരോരുത്തരും ഇഷ്ടമാണ് ഓരോരോ അഭിപ്രായങ്ങൾ പറയണതൊക്കെ, പക്ഷെ അത് വെച്ചിട്ട് അയാളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ അതുകൊണ്ട് പറഞ്ഞു വരുമ്പോ മൊത്തത്തിൽ ഉണ്ണിമൂന്തം മോശം എന്നുള്ള രീതിക്കാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പൊ നമുക്ക് ഉണ്ണിമൂന്തനെയാണ് എയിം ചെയ്യണെന്നുള്ളത് അറിയിക്കാത്ത രീതിയിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു എന്താണെന്ന്. പക്ഷെ ഉണ്ണിമൂന്തനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഇപ്പൊ വേറൊരു ടൈപ്പിൽ സിനിമ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഉണ്ണിമൂന്തൻ. പലതും ട്രൈ ചെയ്യുന്ന അത്യാവശ്യം ട്രൈ ചെയ്ത് വിജയിക്കുകയും ചെയ്തു. ഇനി പടം ബ്ലോക്ക് സ്റ്റൈലിഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ അടിപൊളിയാക്കിട്ടുണ്ട്. നമുക്ക് ആ മാർക്കോ എന്ന് പറയുന്ന ഒരാള് വേറൊരാളെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സിനിമ തുടങ്ങിയ ശേഷം നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അവിടെ. ഫുൾ ആ സിനിമന്റെ ഉള്ളിൽ പോയിരുന്നിട്ട് അതുപോലെയുള്ള മേക്കിംഗ് ആണ്. സീക്രട്ട് ഏജന്റ് അയാളുടെ എനിക്ക് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് സീക്രട്ട് ഏജന്റ് അയാളുടെ ഒരു വിദ്വേഷം, അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെ അയാള് പുറത്ത് വേണ്ട വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് ഉണ്ണിമൂന്തന് മേലുള്ള വിദ്വേഷം. എന്താണ് സീക്രട്ട് ഏജന്റിന്റെ ഈ വീഡിയോന്റെ അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? അതായത് മൂപ്പര് റിവ്യൂ എന്നുള്ള രീതിക്കാണല്ലോ ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി ഇത് വിശ്വസിച്ചിട്ട് സിനിമ കാണാൻ വേണ്ടി ഇപ്പൊ ആരും പോണ്ട, സിനിമ കാണുക, അതിനുശേഷം ഇത് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണെന്ന് വെച്ചാല് പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണുക, മസ്റ്റ് വാച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. പിന്നെ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ
ഹൈ ആയിട്ടുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ഈ മൂവി പോയി കാണാനായിട്ട്. എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഒരാൾ പറഞ്ഞു എന്നുള്ള പേരിൽ നിങ്ങൾ ഒരിക്കലും പോയി കാണാതിരിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്, വയലൻസ് ഒക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് പടം കാണുക. ഉണ്ണിമൂന്നിന്റെ ഒരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു ഇങ്ങനെ വിഷയം വന്നപ്പോ ഞാൻ പിന്നെ എന്താണ് ആങ്കർ ചോദിച്ചു പിന്നെ എന്താണ് ഇതിന്റെ ഇതെന്ന് ചോദിച്ചപ്പോ ഉണ്ണിമൂന്നും പറയണ്ടായിരുന്നു ഞാൻ തെറി പറഞ്ഞത് കൊണ്ട് എന്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല തന്നെയല്ലേ അവൻ പറഞ്ഞ ഇന്റർവ്യൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ ഏറ്റുപിടിക്കാൻ നിന്നില്ല, അരി വാങ്ങാനേ വാങ്ങട്ടെ എന്ന് കൊണ്ട് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കമന്റ് ചെയ്യുക, ഡിസ്ലൈക്ക് അടിക്കുക. വീഡിയോക്ക് എങ്ങനെയാണ് ഇനി മെച്ചപ്പെടുത്തേണ്ടതെന്നുള്ളതെന്ന് കമന്റ് ചെയ്ത് പറഞ്ഞുതരാ. പുതിയതായിട്ട് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങണം. എല്ലാവരും കമന്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം, കമന്റ് ചെയ്യാം, മാറ്റാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.